ಉದನೇಶ್ವರ ದೇವರ ಈ ಒಂದು ಜೀರ್ಣೋದ್ಧಾರ ಬ್ರಹ್ಮಕಲಶದ ಸಭೆ ಇವತ್ತು ಏನು ವೈಭವ, ಏನು ಅಭೂತಪೂರ್ವವಾದ ಒಂದು ಭಕ್ತರ ಒಂದು ಕೂಡುವಿಕೆ ಅಂತ ಹೇಳಿದ್ರೆ ಅದು ಹೇಳಲಿಕ್ಕೆ ತೀರೋದು. ಸಹಸ್ರ ಮಂದಿ ಬಂದು ಒಂದೊಂದು ಕೂಡ ಎಷ್ಟು ರೀತಿಯಲ್ಲಿ ಯಾವ ಯಾವ ರೀತಿಯಲ್ಲಿ ನಮಗೆ ಅದು ಅವರು ಹೇಗೆ ನಡಿಬೇಕು ಏನು ಬೇಕಂದ್ರೆ ಎಲ್ಲ ಭಕ್ತಾದಿಗಳದ್ದು ಕೂಡ ಬಹಳ ಅದ್ಭುತದಲ್ಲಿ ಒಬ್ಬೊಬ್ಬರ ಅಭಿಪ್ರಾಯಗಳನ್ನು ಸೂಚಿಸಿದ್ದಾರೆ. ನಾನು ಎಷ್ಟೋ ಮಠ ಮಂದಿರಗಳಿಗೆ ಹೋಗಿದ್ದೇನೆ, ಆದ್ರೂ ಇಷ್ಟೊಂದು ವೈಭವದಲ್ಲಿ ಪೆರಡಾಲ ದೇವಸ್ಥಾನದ ಒಂದು ಜೀರ್ಣೋದ್ಧಾರ ಸಮಿತಿ ಸಹಸ್ರ ಸಂಖ್ಯೆಯಲ್ಲಿ ಬಂದು ಇಷ್ಟೊಂದು ವೈಭವದಲ್ಲಿ ಆಗ್ತದೆ ನಾನು ಗ್ರಹಿಸಲಿಲ್ಲ. ಬಹಳ ಚಂದದಲ್ಲಿ ಎಲ್ಲ ಭಕ್ತರದು ಕೂಡ ಆಶೆ ಈ ಜೀರ್ಣೋದ್ಧಾರ ಬ್ರಹ್ಮಕಲಶ ಬಹಳ ವೈಭವದಿಂದ ಆಗ್ಬೇಕಂತ ಹೇಳಿ ಎಲ್ಲರ ಕಳಕಳಿ ಉತ್ಸವ ಇವತ್ತಿನ ಸಭೆಯಲ್ಲಿ ಆಗಿದೆ ಅಂತ ಹೇಳಿದ್ರೆ ನಮ್ಮ ಮುಂದಿನ ಬ್ರಹ್ಮಕಲಶ ಅದು ಯಾವ ರೀತಿಯಲ್ಲಿ ವೈಭವ, ಯಾವ ರೀತಿಯಲ್ಲಿ ಅದು ಹೇಳಲಿಕ್ಕೆ ತಿರುದು, ಯಾವ ರೀತಿ ಅಂತ ಹೇಳಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಆದ ಕಾರಣ ನಾನು ಹೇಳುದು ಇಷ್ಟೇ, ನಾವೆಲ್ಲರೂ ಕೂಡ ಭಕ್ತಿ ಶ್ರದ್ಧೆ ಪ್ರಾಮಾಣಿಕತೆಯಿಂದ ಆ ಬ್ರಹ್ಮಕಲಶೋತ್ಸವವನ್ನು ನೋಡುವ ಭಾಗ್ಯ ನಮ್ಮ ಎಲ್ಲ ಸಕಲ ಜೀವರಾಶಿಗಳಿಗೆ ಕೂಡ ಲಭಿಸಲಿ ಅಂತ ಹೇಳುತ್ತಾ ಮತ್ತೊಮ್ಮೆ ವಂದನೆಗಳು. ಇವತ್ತು ನಾವು ಈ ಶ್ರೀ ಪೆರಡಾಲ ಉದನೇಶ್ವರ ದೇವರ ಬ್ರಹ್ಮಕಲಶ ಸಮಿತಿಯ ರೂಪೀಕರಣದ ಸಿದ್ಧತೆಯಲ್ಲಿದ್ದೇವೆ. ಇವತ್ತು ನಿಜವಾಗಿ ತುಂಬಾ ಸಂತೋಷ ಆಗ್ತಾ ಇದೆ. ಯಾಕಂತ ಹೇಳಿದ್ರೆ ನಮ್ಮ ನಿರೀಕ್ಷೆಗೂ ಮೀರಿ ಸಾವಿರಾರು ಜನ ಇಲ್ಲಿ ಸೇರಿದ್ದಾರೆ. ಖಂಡಿತವಾಗಿ ಇದೊಂದು ಒಳ್ಳೆಯ ಲಕ್ಷಣ. ನಮ್ಮ ಶ್ರೀ ಪೆರಡಾಲ ಉದನೇಶ್ವರ ದೇವರ ಬ್ರಹ್ಮಕಲಶ ಅತ್ಯಂತ ಸಡಗರದಿಂದ ಅತ್ಯಂತ ವಿಜೃಂಭಣೆಯಿಂದ ನಡೆಯುತ್ತದೆ ಅನ್ನೋದಕ್ಕೆ ಇದೇ ಒಂದು ಸಾಕ್ಷಿ. ಖಂಡಿತವಾಗಿ ಅದು ನಡೀತದೆ. ಅದಕ್ಕೆ ಭಗವಂತನ ಅನುಗ್ರಹ ಇದೆ ಅನ್ನೋದಕ್ಕೆ ಇದೇ സാക്ഷിയാಗಿದೆ. എൻ്റെ പേര് DK നാരായണൻ നായർ, മുനിയൂർ ബുള്ളൂർ സദാശിവ ക്ഷേത്രത്തിന്റെ സെക്രട്ടറി. ഞാനിന്ന് പെരടാല ക്ഷേത്രത്തിന്റെ മറ്റേ ബ്രഹ്മകലശോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇരുന്ന് അതിന്റെ കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ എന്നാൽ ഈ കമ്മിറ്റി രൂപീകരണത്തിൽ വളരെ ഒരു പ്രാധാന്യം തന്നെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും വന്നിവിടെ ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തു. വളരെ നല്ല രീതിയിലുള്ള കമ്മിറ്റിയാണ് ഇവിടെ രൂപീകരിച്ചത്. ഇത് നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലുള്ള കമ്മിറ്റിയാണ് ഇവിടെ രൂപീകരിച്ചത്. ഞാൻ എത്രയോ ക്ഷേത്രത്തിൽ ഇങ്ങനെ പോയിട്ട് ഈ കമ്മിറ്റിയിൽ ഇത്രയും ആൾക്കാർ, കമ്മിറ്റി രൂപീകരണ ദിവസം ഇത്രയും ആൾക്കാരെ ഞാൻ കണ്ടില്ല. ഈ പെരഡാലയിൽ ഇതൊരു പ്രധാനമാണ്. ഈ ഗ്രാമക്ഷേത്രമായത് കൊണ്ടായിരിക്കാം, എന്നാലും ഇത് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി ഈ ഇവിടുത്തെ ക്ഷേത്രത്തിലെ സദാശിവനും അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടിച്ചാത്തൻ പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു ഉപദേവനാണ്. ആ കുട്ടിച്ചാത്തന്റെ ഒരു മഹിമ എവിടെ പോയാലും അത് കേൾക്കാം. ഞാൻ ഇന്നലെ കുമ്പളയിൽ വേറൊരു ആവശ്യത്തിന് പോയപ്പോഴും ഈ പെരഡാല കുട്ടിച്ചാത്തനാണ് അവിടെ ഞാൻ കേട്ടത്. ഇതൊരു വളരെ ഈ ക്ഷേത്രത്തിന് തന്നെ ഒരു മുതൽക്കൂട്ടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ശാസ്താവും എല്ലാ ഉപദേവനും ദേവന്മാരും വളരെ ഈ നാട്ടിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ നടക്കുന്ന ബ്രഹ്മകലശത്തിനും നല്ലൊരു മുതൽക്കൂട്ടായി പ്രവർത്തിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് മനസ്സ് നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.